ഹലോ, നമ്മളിന്ന് ചെയ്യുന്നത് കൗൾ പാറ്റേൺ ആണ്. ഇതിൻ്റെ പേരാണ് കൗൾ പാറ്റേൺ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ പാറ്റേൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആയിരിക്കണം. ആ കൗൾസ് കിടക്കുന്ന രീതിയിൽ നല്ല ഫാബ്രിക്, നല്ല ഷിഫോൺ ഫാബ്രിക്, നല്ല ഫ്ലോയി ആയിട്ടുള്ള നമുക്ക് പർദ്ദ മെറ്റീരിയൽ, നല്ല കട്ടിയുള്ള കട്ടി കൂടിയാലും നമുക്ക് ഫ്ലോയി ആയിട്ട് കിടക്കണം. വെൽവെറ്റ് ടൈപ്പ് എടുക്കുക, നമുക്ക് ഷിഫോൺ, ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇങ്ങനെ ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുക. നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാറ്റിൻ മെറ്റീരിയലാണ്. സാറ്റിൻ്റെ തന്നെ നല്ല സാറ്റിനാണിത്, അതായത് നല്ല തിന്നാണ്, നമുക്ക് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുകയും ചെയ്യും. ഇത് മീറ്ററിന് 245 രൂപ വരുന്നുണ്ട്. നമ്മൾ 1 മീറ്റർ ക്ലോത്താണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കുക, ഇങ്ങനെ ഒന്ന് പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോയി ആയിട്ട് ആ കൗൾസ് കറക്റ്റായിട്ട് കിടക്കുന്നുണ്ടാവണം. അങ്ങനെയുള്ള ഗാർമെൻറ്റ്സ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഫാബ്രിക് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിന് നമ്മളൊന്ന് മടക്കി ഇടുന്നുണ്ട് ഇവിടെ. നന്നായിട്ടിങ്ങനെ ബട്ടറി സോഫ്റ്റാണ്, ഉഴുതി ഉഴുതി പോകുന്ന തുണിയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓരോന്നും ചെയ്യാനായിട്ട്. ഇങ്ങനൊരു പാറ്റേൺ നമുക്ക് റെഡിയാക്കി വെക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡ്രസ്സിൽ നിന്ന് വേണമെങ്കിൽ ട്രേസ് ചെയ്തെടുക്കാം. അതല്ല ഇത് ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്ക് ഈ ഒരു ബേസിക് പാറ്റേൺ എങ്ങനെയാണ് ചെയ്യണേ നമ്മളുടെ ഒരു ടോപ്പ് പോർഷൻ്റെ എന്നുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നമ്മൾ ഫാബ്രിക് ജസ്റ്റ് ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ സാറ്റിൻ ഫാബ്രിക്കിന് 60 ഇഞ്ച് വീതിയുണ്ട്. വീതി കൂടുതലുള്ള സാറ്റിനാണിത്. നമ്മൾ സെൻറ്ററിൽ ഫോൾഡ് വരുന്ന രീതിയിൽ മടക്കിയിട്ടു. ഇനി ആ മടക്ക് വരുന്നിടത്ത് നമ്മുടെ പാറ്റേണിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു പോർഷനിൽ അതിൻ്റെ സെൻറ്ററിലാണ് നമുക്ക് ആ കൗൾ പോർഷൻ കിട്ടേണ്ടത്. അപ്പോൾ അവിടേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അവിടെ നമ്മളൊരു 10 ഇഞ്ച്, ഇതാണ് അതിൻ്റെ മെയിൻ, ആ കൗൾസ് ഫ്രണ്ടിൽ ഇങ്ങനെ ഷോള് പോലെ കിടക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ആ സെൻറ്ററിൽ മടക്ക് വരുന്ന പോർഷനിൽ നമ്മളൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു 10 ഇഞ്ചിലേക്ക് നമ്മളുടെ താഴത്തെ ഭാഗം സെൻറ്ററിൽ തന്നെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെരിച്ച് നമ്മളുടെ ആ 10 ഇഞ്ചിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു സെൻറ്റർ പോർഷനിലാണ് നമ്മുടെ കൗളായിട്ട് ഇങ്ങനെ ചുരുങ്ങി കിടക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ പാറ്റേൺ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സൈഡൊക്കെ ഒന്ന് വരച്ച് ട്രേസ് ചെയ്തെടുത്തു. ആം ഹോളൊക്കെ ചെരിഞ്ഞാണ് വരിക, അതങ്ങനെ തന്നെയാണ്. നമ്മൾ സൈഡ് ട്രേസ് ചെയ്തു. താഴെ എത്തുമ്പോൾ നമ്മളുടെ സൈഡിലെ എൻഡിൽ നിന്ന് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ജസ്റ്റ് സെൻറ്ററിലേക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. പാറ്റേൺ ചെരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്, നമുക്ക് താഴെ നേരെ കിട്ടേണ്ടത്. അതുകൊണ്ട് അവിടെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ നേരെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് കൗളിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മളുടെ സെൻറ്ററിൻ്റെ തന്നെ ടിപ്പിൽ നിന്ന് ഒരു 5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നമ്മളുടെ നേരത്തെ പോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കൗളിടുന്ന സമയത്ത് ഈ ഒരു പോർഷൻ ഉള്ളിലേക്ക് മടങ്ങി കിടന്നോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പാറ്റേൺ ജസ്റ്റ് ഒന്ന് ചെരിച്ചു വെച്ചു. മുകളിലേക്ക് ഒരു 5 ഇഞ്ച് കൊണ്ടൊക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. താഴെ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമ്മുടെ ഈ ഫാബ്രിക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് തെന്നി തെന്നി പോകുന്ന ഫാബ്രിക് ആയതുകൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് പിൻ ചെയ്താണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മുകളിലെ ലെയറും രണ്ടാമത്തെ ലെയറൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. നമ്മളൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഉള്ളിലേക്കൊന്ന് മടക്കി ഇട്ടിട്ട് വേണം നെക്സ്റ്റ് കട്ട് ചെയ്യാൻ. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് ബാക്കി പോർഷൻസൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ കൗളിൻ്റെ ഫ്രണ്ട് പാറ്റേൺ. നമ്മൾ ഒരു ലെയറാണ് മടക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്ക് നമ്മൾ നോർമലായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുക. ഫ്രണ്ടിലാണല്ലോ നമുക്ക് കൗൾ വരുള്ളൂ. ഇതുപോലെ ബാക്കിലും കൗൾ ചെയ്യുന്ന ഗൗൺ പാറ്റേൺസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനാണ്. ഓക്കെ, നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കുറച്ച് കുഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ബാക്കിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ അതിൻ്റെ പോലെ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുറച്ചൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോൺ കട്ട് ചെയ്തിടുന്നതാണ് നോച്ച്. കണ്ടോ, ഈ പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് പോവും. ഷോൾഡറാണത്.
ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് 2 പോർഷൻ മുകളിലേക്ക് വരുന്നിട്ട് നമുക്ക് നമ്മുടെ കൗള് കിട്ടും. അതർ സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഒരു പോർഷൻ കിടക്കുകയാണ് ചെയ്യുക. നമ്മൾ എക്സ്ട്രാ എടുത്ത 10 ഇഞ്ചാണ് ഇങ്ങനെ കൗളായിട്ട് ഫോമായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഫാബ്രിക്കിൻ്റെ ഭംഗിയിലാണ് അതിൻ്റെ ഒരു ഫ്ലോ കിട്ടുക. നെക്സ്റ്റ് നമ്മുടെ ബാക്കി ഫാബ്രിക്കിൽ നിന്ന് നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് മടക്കി ഇട്ട് കൊടുക്കുക. നമ്മൾ ബാക്കിൻ്റെ പാറ്റേൺ വെച്ച് നമുക്കൊന്ന് ട്രേസ് ചെയ്ത് കട്ട് ചെയ്യാം. ഇതിന് നമുക്ക് വേറെ എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. സാധാരണ പോലെ നമ്മൾ ചുറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് മാത്രം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഫാബ്രിക് ഇങ്ങനെ ഫ്ലോയി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പേപ്പർ ഡയറക്റ്റ് തന്നെ അതിൽ പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്ലീവ് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ സ്ലീവ് പാറ്റേൺ പോലെ കിട്ടുകയും ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള സ്ലീവ് അറ്റാച്ച് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമ്മുടെ ബാക്ക് പോർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. നെക്കിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മളൊരു 1 ഇഞ്ചൊക്കെയാണ് താഴേക്ക് ഇറക്കണുള്ളൂ. അത് സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. ഒരു 1 ഇഞ്ച് മതിയാവും നമുക്ക് ബാക്കിൽ. സൈഡിലേക്ക് ഒരു 3 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് കൗൾ എന്തായാലും ഇറങ്ങി വരും. അപ്പോൾ ഒരു 3-1 ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. നിങ്ങൾക്ക് വിട്ട് കൂട്ടണം. ഒരു 38+ ഒക്കെ ചെസ്റ്റ് ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ്, ചെറിയൊരു ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നെക്ക് മാത്രം ഒന്ന് കട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫിനിഷ് ചെയ്യാം. ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യാം. നമ്മളിവിടെ സെയിം ഒരു പീസ് തന്നെയാണ് എടുക്കണം. നമുക്ക് ആം ഹോളൊക്കെ ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് ക്രോസ് പീസ് വേണം. അതിന് വേണ്ടി കോണോട് കോൺ 45 ഡിഗ്രിയിൽ കറക്റ്റായിട്ട് നമ്മുടെ ക്ലോത്ത് മടക്കിയിടുക. എന്നിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ജോയിൻ ചെയ്തെടുക്കാനൊക്കെയുള്ള ക്രോസ് പീസസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ബാക്കി ഫാബ്രിക് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാനൊരു സ്ക്വയർ പീസാണ് എടുത്തിരിക്കുന്നത്. കാരണം ഫ്രണ്ടിൽ കൗളുള്ളിലേക്ക് മടങ്ങി കിടക്കുകയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിലും ഒരു പീസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതൊരു ഫിനിഷ്ഡ് ആയിട്ട് നിൽക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഹെമ്മിങ്ങിൻ്റെ മാർക്ക് മാത്രമേ വരുത്തുന്നുള്ളൂ. പരമാവധി സ്റ്റിച്ച് ലൈൻസ് അവോയ്ഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ബാക്ക് നെക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പീസിന് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ്. ആ ഒരു പീസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ള പണി മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഉള്ളൂ. ബാക്ക് നെക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു പീസ് നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് അത് സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ജസ്റ്റ് ഒന്ന് നെക്ക് അടിക്കുക. ആ സെൻറ്ററിലെ ലൈനിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് താഴേക്ക് അടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഓപ്പണിങ് കിട്ടും. അവിടെ നമുക്കൊരു ഹുക്കോ ബട്ടണോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. സിബോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം. ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യുന്നൊന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് നെക്ക് അടിച്ച് കഴിഞ്ഞിട്ട് സെൻറ്റർ ഒന്ന് സ്ലാഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഒന്ന് സ്ലാഷ് ഉണ്ട്. നമ്മുടെ സാറ്റിൻ്റെ ക്ലോത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ശ്രദ്ധിക്കണം. നമ്മുടെ നൂല് ഉതിർന്ന് പോകുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കൂടുതൽ മാർജിൻ ഇട്ട് കട്ട് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഒന്ന് മറച്ചെടുക്കാം. കോണൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് ഫിനിഷായിട്ട് കിട്ടി. നമുക്ക് ഇങ്ങനെ വരും ബാക്ക് നെക്ക്. ഇങ്ങനെ ഒരു പീസ് ഉണ്ട്, അതിൻ്റെ സൈഡ് നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് ഈ ഒരു പോർഷനാണ്. ഇതിൻ്റെ എൻഡ് ഒന്ന് ഫിനിഷ് ചെയ്യാം. നമുക്കിങ്ങനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ച് അടിച്ചു കൊടുക്കാം. ഇതാ നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം.
നമ്മുടെ ബാക്ക് പീസ് സെയിം സൈസാണ്. നമ്മുടെ ഫ്രണ്ടിൽ നമ്മളുടെ കുറച്ച് ഭാഗം ഇങ്ങനെ വീതി കൂടിയിട്ടാണ് വരിക. അപ്പം അതിൻ്റെ നല്ല വശം, നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ബാക്കിലൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ അതേ അളവിൽ ആം ഹോളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ്. ഭയങ്കര സ്ലിപ്പറി ആയതുകൊണ്ട് നമ്മളിങ്ങനെ പിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ്, നമ്മുടെ ഫ്രണ്ടിലെ എൻഡ് നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുത്തു. അത് ഉള്ളിലേക്ക് കവള് പോകുന്ന പോലെ നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ കറക്റ്റ് വരുന്ന ഭാഗത്ത്. ആ നോച്ച് കറക്റ്റ് പിടിച്ചിട്ട് നമുക്ക് ഷോൾഡർ ടു ഷോൾഡർ ഒന്ന് ഒരുമിച്ച് വെച്ച് എടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഷോൾഡറും ബാക്ക് ഷോൾഡറും ഒരുമിച്ച് വരുന്ന രീതിയിൽ എടുത്ത് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെറിയ പോർഷൻ ഉള്ളിലേക്ക് കടന്നോളും. നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു. രണ്ട് ഷോൾഡറും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തു. സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ആയതുകൊണ്ട് ഞാനങ്ങനെ കാണിക്കാത്തത്. ജസ്റ്റ് ഷോൾഡേഴ്സ് ഒന്ന് ജോയിൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ കൗള് കാണാൻ പറ്റും. ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് നമ്മളത് ചെയ്ത്. ജസ്റ്റ് നമ്മളൊരു പാറ്റേൺ മേക്കിംഗ് ടെക്നിക്കല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കൗൾസ് കറക്റ്റ് കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സാറ്റിൻ്റെ ഒരു ഷൈനിങ്ങും നല്ലൊരു ഷാമ്പെയിൻ ഷെയ്ഡ്, നല്ലൊരു കളറാണ്. അപ്പോൾ മൊത്തത്തിൽ അതിങ്ങനെ വയ്ക്കുമ്പോൾ നല്ലൊരു ഗ്ലോയി ഫീൽ ചെയ്യും കൗളിങ്ങനെ കിടക്കുന്ന കാണാൻ. അപ്പോൾ നമ്മൾ ആ ഫാബ്രിക് സെലക്ഷനാണ് അതിൻ്റെ ഒരു 50% പോയിൻറ്റ്സും. നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കുറച്ച് കൂടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രിം ചെയ്ത് ഒരുമിച്ചാക്കുക കേട്ടോ. നോക്കി കൗൾ അറേഞ്ച് ചെയ്തിട്ട് വേണം ഫ്രണ്ട് ആൻഡ് ബാക്ക് കറക്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കൂടുതലെടുത്ത സ്ഥലത്തുനിന്ന് ലെങ്ത്ത് കട്ട് ചെയ്ത് പോവും. ശരിക്കൊന്ന് പിടിച്ച് നോക്കിയിട്ട് ആം ഹോളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്കവിടെ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ പൈപ്പിംഗ് ചെയ്തൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഈ സ്ലീവ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് ഹെം ചെയ്താൽ മതി. നമ്മുടെ മെയിൻ സ്ഥലത്തൊന്നും വരില്ല. നമ്മൾ ആം ഹോളും കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് നോക്കുകയാണ്. ബാക്ക് നമ്മുടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഹുക്കോ എന്തെങ്കിലും കൊടുത്തത് ഫിനിഷ് ചെയ്യാം. ഫ്രണ്ടിൽ നമുക്കിങ്ങനെ കൗൾസായിട്ട് കിട്ടും. കണ്ട ആ ഒരു സിൽക്കി സോഫ്റ്റായിട്ട് ഇങ്ങനെ കിടന്നോളും. നമ്മുടെ ഏറ്റവും താഴെ ഭാഗം കൂടെ നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കി അടിക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ഹെം ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ച് ഹെം ചെയ്ത് കൊടുത്താൽ നീറ്റായിട്ട് ഫിനിഷ്ഡ് ആയിട്ട് ഇരുന്നോളും. പരമാവധി സ്റ്റിച്ചിൽ ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ്. താങ്ക് യു സോ മച്ച്.